ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിളിലെ വൃത്തവും മട്ടവും എന്ന കൺസെപ്റ്റ് എങ്ങനെ പഠിപ്പിക്കാം, ജിയോജിബ്ര സഹായത്തിൽ എങ്ങനെ പഠിപ്പിക്കാം എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ടെക്സ്റ്റിലെ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നും കൂടിയാണ് ഇതിൽ കൂടി ചെയ്യുന്നത്. നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. നമുക്ക് ഇങ്ങനെ പറയാം, വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി അല്ലെങ്കിൽ വൃത്തത്തിലെ അകത്തുള്ള ഏതൊരു ബിന്ദുവുമായി വൃത്തത്തിന് പുറത്തുള്ള ഏതൊരു ബിന്ദുവുമായി ഉണ്ടാക്കുന്ന കോണിന്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു. What is the peculiarity of an angle formed by the end points of the diameter of a circle with any point on the circle or any point inside the circle or any point outside the circle? ഇതാണ് ഇത് എങ്ങനെ നമുക്ക് ജിയോജിബ്രയിൽ കൂടി കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എന്നാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ജിയോജിബ്ര ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ നമുക്കറിയാം, ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ജിയോജിബ്ര ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ജിയോജിബ്ര ഓപ്പൺ ചെയ്തതായിട്ട് കാണിക്കും. ഇത് മാക്സിമൈസ് ചെയ്യുക. ദെൻ നമുക്ക് ഓപ്പണായി വരുന്ന ജിയോജിബ്ര വിൻഡോ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ആക്സിസ് ആണ്, ഇത് ഗ്രിഡ് ആണെന്ന് പറയാം. നമുക്ക് ഇത് രണ്ടും ഒഴിവാക്കാം. അതിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആക്സിസ് ഇത് ടിക്ക് മാർക്ക് ഒന്ന് മാറ്റിയാമെന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഗ്രിഡിൻ്റെ മാറ്റണമെങ്കിൽ ആ ഗ്രിഡ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലൈൻ സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെന്ത് എന്ന് പറയുന്ന ടൂൾ എടുക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലെന്ത് എത്രയാണെന്ന് ചോദിക്കും. അത് കൊടുക്കും. അപ്പോൾ 5 സെൻറ്റിമീറ്റർ കൊടുത്തു. ഇനി ഇത് എയും ബിയും ഡയമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പൊ എയും ബിയും ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിൾ വരയ്ക്കണമെങ്കിൽ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ ലൈനിന്റെ ഹാഫ് ആയിരിക്കും. ഹാഫ് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനുവേണ്ടി നമുക്ക് ടൂളുണ്ട്. ഇതിന്റെ മിഡിൽ പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. അതിനുവേണ്ടി ബൈസെക്ടർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൈൻ സെഗ്മെന്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന ടൂളുണ്ട്. ആ ഇന്റർസെക്റ്റിംഗ് എന്ന് പറയുന്ന ടൂൾ എടുത്ത് ഈ രണ്ട് ലൈനിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ പോയിന്റ് വരും. അപ്പോൾ എന്നിട്ട് ഇതിനെ നമുക്ക് കളയാം. ഇതിനെ ഒന്ന് ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്യുന്നതിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ലൈനിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോ ഒബ്ജക്റ്റ് കൊടുത്താൽ ഇതങ്ങ് പോകും. ഇനി നമുക്ക് സർക്കിൾ ടൂൾ എടുക്കാം. ഇവിടെയാണ് സർക്കിളിന്റെ ഒരുപാട് ടൂൾ ഉണ്ട്. നമ്മൾ എടുക്കേണ്ടത് സർക്കിൾ വിത്ത് സെന്റർ ത്രൂ പോയിന്റ് എന്ന് പറയുന്ന ടൂൾ എടുത്ത് സെന്റർ ഏതാണോ അവിടെ ആദ്യം ക്ലിക്ക് ചെയ്യണം. ഇതാണ് സെന്റർ. ഇത് ഈ പോയിന്റിൽ അവസാനിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 2 പോയിന്റ് അതിൽ വന്നു, സർക്കിൾ വരച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ സർക്കിളിന്റെ പേര് സി എന്നാണ്, ഈ ലൈൻ സെഗ്മെന്റ് പേര് എഫ് ആണ്. ഇതൊന്നും നമുക്ക് വേണ്ട. ഇതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യുന്നതിന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഈ ഇതാണ് സെലക്ഷൻ ടൂൾ അല്ലെ മൂവിങ് ടൂൾ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോ ലേബൽ. അതുപോലെ സി, ഇതാണ് സി എന്ന് പറയുന്നത്. ഇവിടെയും ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ. അപ്പോൾ നമുക്ക് ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരുപാട് വരയ്ക്കുമ്പോൾ അതൊക്കെ ഒരു ഓവർ റൈറ്റിംഗ് ആയിട്ട് ഇവിടെ വരും. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കുകയാണ്. ഓക്കെ, പിന്നെ അടുത്തത് ഞാനൊരു ആംഗിൾ എടുക്കാൻ പോയാണ്. ഇവിടെ ഒരു ആംഗിൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ആംഗിൾ മെഷർ ചെയ്യാൻ പോയാണ്. ഈ ആംഗിൾ മെഷർ ചെയ്യുന്നതിന് ഞാൻ ആംഗിൾ എന്ന് പറയുന്ന ടൂൾ എടുത്തിട്ട് അപ്പോൾ ഈ ആംഗിളിന്റെ സൈഡ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്ന ടൂൾ എടുത്തിട്ട്
ഈ രണ്ട് പോയിന്റ് ഏതൊക്കെ പോയിന്റുകൾ തമ്മിലാണോ ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഈ എച്ചും ഐ എന്നും പറയുന്ന അതിൻ്റെ ആ ലെന്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി സിസ്റ്റം കൊടുക്കുന്ന പേരാണ്. അപ്പോൾ അത് നമ്മൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ മൂവിങ് ടൂൾ എടുത്ത് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ കൊടുക്കും. ഇനി ഇവിടെ പോയിന്റ് വന്നേക്കുന്നത്, ഇവിടെ ആംഗിൾ വന്നിരിക്കുന്നത് 110.24 ഡിഗ്രിയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഡെസിമൽ അങ്ങ് കളയാം. അതിന് വേണ്ടി ഈ ഓപ്ഷനിൽ പോയി ഇവിടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് റൗണ്ടിങ് 0 കൊടുത്താൽ മതി. നമുക്കിത് പെട്ടെന്ന് കാണാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടുത്തെ നമുക്കറിയാം, അപ്പം ഈ പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിൻ്റെ അകത്താണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പ്രത്യേകത എന്താണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 90യേക്കാൾ കൂടുതലായിരിക്കും ഈ ആംഗിൾ. ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്ത്, അതായത് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ മതി. നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ച് നടി ഞാനിവിടെ ഈ സർക്കിളിൽ കൊണ്ടുവന്നു. അപ്പോൾ സർക്കിളിൽ കൊണ്ടുവന്നപ്പോൾ ഇവിടെ എത്ര കിട്ടി? 90 ഡിഗ്രി. ഞാൻ സർക്കിളിന് പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ എത്ര? 90യേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇത് ആ സർക്കിൾ ആണ്, പുറത്തുള്ള ഏത് പോയിന്റിലും അത് തന്നെ ആയിരിക്കും. കണ്ടോ? ഏതൊരു പോയിന്റിൽ കൊണ്ടുപോയാലും അതുപോലെ ഈ സർക്കിളിലെ ഏതൊരു പോയിന്റിൽ കൊണ്ടുവന്നാലും അത് 90 ആയിരിക്കും. സർക്കിളിനകത്തുള്ള ഏതൊരു പോയിന്റിൽ കൊണ്ടുവന്നാലും അത് ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും എന്ന് പറയാം. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് കുട്ടികളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി, ഈ കൺസെപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ സേവ് ചെയ്യുന്നതിന് ഫയൽ സേവ് കൊടുക്കുക. നമുക്കിപ്പം ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തു, ഇപ്പോൾ സർക്കിൾ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ഇൻ എ സർക്കിൾ എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഫോൾഡറിൽ സേവ് ചെയ്യുന്നതിന് നമ്മളുടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ പോയി ഇഷ്ടമുള്ള ഒരു ഫോൾഡർ നമുക്ക് സേവ് ചെയ്യാം. ഞാൻ 10ാം ക്ലാസ് പറയുന്നൊരു ഫോൾഡർ സേവ് ചെയ്തു. ഞാൻ സർക്കിൾ എന്ന് പേര് കൊടുക്കുന്നു. സർക്കിൾ 1. ഓക്കെ, ഇങ്ങനെ നമുക്കിത് സേവ് ചെയ്യാവുന്നതാണ്. ഇതിന് കളറൊക്കെ കൊടുക്കാൻ പറ്റും. നമുക്കിതിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസിൽ പോയി ഇവിടെ കളർ ഇഷ്ടമുള്ള കൊടുക്കാം. അതുപോലെ ഇതിന് കളർ കൊടുക്കാം. ഒരു വട്ടം ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് ഈ വിൻഡോ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അതുപോലെ ഡയമീറ്ററിന് വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമുക്കിതിന് കളർ കൊടുക്കാവുന്നതാണ്. അപ്പം ഇവിടെ നിന്നും നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പം ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആംഗിൾ അത് സർക്കിളിനകത്തായ ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും, സർക്കിളിലായാൽ 90 ആയിരിക്കും, സർക്കിളിന് പുറത്തായാൽ ലെസ് ദാൻ 90 ആയിരിക്കും എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അടുത്തതായി നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 40 ക്വസ്റ്റ്യൻ നമ്പർ 4. ഒരു വര വ്യാസമായ ഒരു വൃത്തവും വരയുടെ പകുതി വ്യാസമായ ഒരു ചെറുവൃത്തവും വരയ്ക്കുന്നു. വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലൂടെ വലിയ വൃത്തത്തിൽ വരയ്ക്കുന്ന ഏത് ഞാണിനെയും ചെറിയ വൃത്തം സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കും. ചിത്രമൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെയൊന്ന് വരയ്ക്കാം ആദ്യം നമുക്ക്, എന്നിട്ട് നമുക്കൊന്ന് തെളിയിച്ച് കാണിക്കാം. സമഭാഗം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നു. ഗ്രിഡും ആക്സസും ഞാൻ ഡിസേബിൾ ആക്കുന്നു. ഇതിനാദ്യം ഈ സെഗ്മെന്റ് വിത്ത് ഗിവൺ ലെങ്ത് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് 5 സെന്റിമീറ്ററുള്ള ഒരു സെഗ്മെന്റ് വരച്ചു. ഈ സെഗ്മെന്റ് എഫ് എനിക്ക് വേണ്ട, അതുകൊണ്ട് എഫ് എന്നുള്ള നെയിം വേണ്ട, അത് ഞാൻ ഷോ ലേബിൾ കൊടുത്ത് കളയുന്നു.
ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. അതിന് ബൈസെക്ടർ ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്താൽ മതി മിഡ് പോയിന്റ്. എന്നിട്ട് ഈ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുന്നതിന് ഈ ഇൻ്റർസെക്ഷൻ ടൂൾ എടുത്താണ്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താലും മതി. എന്നിട്ട് ഇത് ഷോ ഒബ്ജക്റ്റ് കൊടുത്ത് കളയുന്നു. എന്നിട്ട് സർക്കിൾ വരയ്ക്കാൻ പോവുകയാണ്. അത് സെൻറ്റർ ക്ലിക്ക് ചെയ്തു, ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തു, സർക്കിളായി. അപ്പോൾ AB എന്ന് പറയുന്ന ഒരു വര വ്യാസമായ ഒരു സർക്കിളായി. ഇത് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ പകുതി വ്യാസമായ ഈ ABയുടെ പകുതി, അതായത് AC എന്ന് പറയാം, ഈ AC വ്യാസമായ ഒരു സർക്കിളൂടെ വരയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇതിൻ്റെ പകുതി എടുക്കണം, ഈ ACയുടെ. അതിനുവേണ്ടി മുമ്പ് എടുത്ത് അതേ ടൂൾ എടുത്ത് ഈ Aയിലും Cയിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എടുത്ത് ഇവിടെ നിന്ന് ഈ ഇൻ്റർസെക്റ്റിംഗ് ആ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഹൈഡ് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോ ഒബ്ജക്റ്റ്. നമുക്ക് C വേണ്ട, ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഷെയർ ലേബൽ കൊടുത്താൽ Cയും പോയി. ഇനി ഇതിൽ കൂടി സർക്കിൾ വരയ്ക്കണം. അതിന് സർക്കിൾ ടൂൾ എടുക്കുക. സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ് എന്ന് പറയുന്ന ആ ടൂൾ എടുത്ത് ഈ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈ Aയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നേരത്തെ പറഞ്ഞു. എന്നിട്ട് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു ലൈൻ സെഗ്മെന്റ് കൂടെ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ കൂടി ഒരു ഞാൻ, അതായത് ലൈൻ സെഗ്മെന്റ് പറയുന്നത് ഞാനാണ്. ഇതാണ് നമ്മുടെ ചിത്രം. I എന്ന പേര് വന്ന് അതിനെ ഷോ ലേബിൾ കൊടുത്ത് കളയുന്നു. ഇതാണ് ചിത്രം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പറഞ്ഞിരിക്കുന്നത് ഈ പോയിന്റ് മാറുന്നതനുസരിച്ച് എവിടെ മാറിയാലും ഇത് ഈ ചെറിയ സർക്കിള് ഈ ഞാണിനെ, ഈ വലിയ സർക്കിളിലെ ഞാണിനെ, കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സമഭാഗം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ക്ലാസ്സിൽ പറയുമ്പം പറയാം, ഇതൊരു കോഡാണ്, ഇത് സെൻറ്ററാണ്, ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഞാനതൊന്ന് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് എഴുതുന്നു. ഈ CF എന്ന് പറയുന്നത് ജോയിൻ ചെയ്യുമ്പോൾ ഇതൊരു കോഡാണ്, ഇതൊരു ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്. ഒരു ബൈസെക്ട്, ഒരു പെർപെൻഡിക്കുലറായി മാറും. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ഞാനിത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിള് 90 ഡിഗ്രിയാണ്. കാരണം നമുക്കറിയാം സർക്കിളിലെ, ഈ ചെറിയ സർക്കിളിലെ പോയിൻ്റാണ്, അതിൻ്റെ ഡയമീറ്ററിൻ്റെ എൻഡ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആംഗിളാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് 90 ആണ്, അത് പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നമുക്കിവിടെ പ്രൂഫ് കൊടുക്കാം. പക്ഷെ ഞാനത് ജിയോജിബ്രയിൽ ഒന്ന് കാണിക്കാൻ പോവുകയാണ്. അത് എങ്ങനെ ചെയ്യാം, ഞാൻ ഇതും കളയുന്നു. അതിനുവേണ്ടി ഞാൻ ആദ്യം ആ കോഡിൻ്റെ മൊത്തത്തിലുള്ള ലെന്ത് കണ്ടുപിടിക്കുന്നു. അത് AEയുടെ ലെന്ത് 4.08 ആണ്. ഞാൻ AFൻ്റെ ലെന്ത് കൂടെ നോക്കുന്നു. EFൻ്റെ ലെന്ത് കൂടെ, ഈ ലെന്ത് കണ്ടുപിടിക്കുന്ന 2 പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കറിയാം ഇതിൻ്റെ AFൻ്റെ ലെന്ത് 2.04, ഇത് 2.04 ആണ്. ഇതും അത് തന്നെ. ഇവിടെ അതിൻ്റെ ഡബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സമഭാഗം ചെയ്യുക നമുക്ക് മനസ്സിലായി. ഇനി ഈ പോയിന്റ് മാറ്റിയാൽ നോക്കാം. ഈ പോയിന്റ് മാറ്റുന്നതിന് ഈ മൂവിങ് ടൂൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പോയിന്റ് മാറ്റാം. എവിടെ പോയാലും നമുക്കത് കാണാൻ പറ്റും. അത് ഇതിൻ്റെ ബൈസെക്റ്റ് ചെയ്യുകയെന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇത് കുട്ടികൾക്ക് നമുക്കിത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഈ കൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. മറ്റേ ടെക്സ്റ്റിനകത്തൊരു പ്രോബ്ലം നമ്മൾ വരച്ച് കാണിക്കുക മാത്രം ചെയ്യുന്നത്. അതിൻ്റെ കാര്യത്തോടെ പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്. അപ്പോൾ ഈ CF എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറായി മാറും. ഈ പെർപെൻഡിക്കുലർ ഈ കോഡിലേക്ക് വരയ്ക്കുമ്പോൾ അത് ബൈസെക്റ്റ് ചെയ്യുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൺസെപ്റ്റാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 ആക്ടിവിറ്റിയാണ്. ഞാൻ സർക്കിൾ ആക്ടിവിറ്റി 1 എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സർക്കിളിൻ്റെ കൺസെപ്റ്റ് കുട്ടികളിൽ എത്തിക്കാവുന്ന ഒരു കാര്യമാണിത്. ഇനിയും ഇത് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എന്നും പറയാം, സർക്കിൾ ആക്ടിവിറ്റി 2, 3, 4 എന്നും പറഞ്ഞുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്.